ഹായ് ഫ്രണ്ട്സ്, എന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്കൊരു പുതിയ വീഡിയോ എടുക്കാം കേട്ടോ. ഇന്നൊരു പൈൽ റീഡിംഗ് ആണ് കേട്ടോ. 2 പൈൽ വെച്ചിട്ടുള്ള പൈൽ റീഡിംഗ് ആണ്. എന്റെ വീഡിയോയ്ക്ക് സൗണ്ട് ഇല്ലെന്ന് ചിലരൊക്കെ പറയുന്നുണ്ട്. ഞാൻ മാക്സിമം സൗണ്ട് വെക്കുന്നുണ്ട്, സൗണ്ടിലാണ് പറയുന്നത്. അപ്പോൾ നിങ്ങളുടെ മൊബൈലിന് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ കണ്ടുപിടിക്കുക കേട്ടോ. എന്റെ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് എന്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം. അതുപോലെ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം കേട്ടോ. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, പേഴ്സണൽ റീഡിംഗ് അല്ല. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും റെസ്നേറ്റ് ആവണമെന്നില്ല. റെസ്നേറ്റ് ആവുന്നവർ മാത്രം എടുക്കാം, അല്ലാത്തവര് വിട്ടേക്കാം കേട്ടോ. ടൈംലെസ് ആണ്. നിങ്ങൾ ഇത് എപ്പോഴാണോ കാണുന്നത് അപ്പൊ തൊട്ട് നിങ്ങൾക്കിത് വാലിഡ് ആയിരിക്കും. നിങ്ങൾ കാണേണ്ട ഒരു ടൈം ഉണ്ട്, ആ ഒരു ടൈമിലാണ് നിങ്ങളുടെ മുന്നിൽ ഇത് എത്തുക കേട്ടോ. പിന്നെ നിങ്ങൾക്ക് പേഴ്സണൽ റീഡിംഗ് ആവശ്യമുണ്ടെങ്കിൽ, അതായത് നിങ്ങളുടെ ഫ്യൂച്ചർ റീഡിംഗ് ആവശ്യമുണ്ടെങ്കിൽ, ഫ്യൂച്ചർ അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്യേണ്ടതാണ്. ഫ്യൂച്ചർ നോക്കുന്നതിന് പേയ്മെന്റ് ഉണ്ട്. അതുപോലെ ടാരോട്ട് റീഡിംഗ് കോഴ്സ് പഠിക്കാൻ താല്പര്യമുള്ളവർക്കും കോൺടാക്ട് ചെയ്യാവുന്നതാണ്. നിങ്ങൾ വാട്സപ്പിൽ വരുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ കേട്ടോ. അതുപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾക്ക് പരിഹാരം വേണമെങ്കിലും കോൺടാക്ട് ചെയ്യാം. നിങ്ങൾ വാട്സപ്പിൽ വന്നാൽ മതി. നിങ്ങൾ വിളിക്കുമ്പോഴേ എന്നാലേ ചിലപ്പോൾ എനിക്ക് ഫോൺ എടുക്കാൻ പറ്റിയെന്ന് വരില്ല. നിങ്ങൾ വാട്സപ്പിൽ മെസ്സേജ് ഇട്ട് വരിക, എന്റെ ടൈം പോലെ ഞാൻ നോക്കി നിങ്ങൾക്ക് റിപ്ലൈ തരും. അപ്പൊ നമുക്ക് റീഡിങ്ങിലേക്ക് കടക്കാം. ഞാനിന്ന് നോക്കാൻ പോകുന്നത് നിങ്ങൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന, ഇപ്പൊ ഉടനെ നടക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു കാര്യം, ഏറ്റവും അധികം ഇപ്പൊ തന്നെ അത് നിങ്ങൾ അതിനായിട്ട് പ്രാർത്ഥിക്കുന്നുണ്ടാവാം, അല്ലെങ്കിൽ അതിനായിട്ട് ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ടാവാം. അപ്പൊ ഏറ്റവും അധികം അല്ലെങ്കിൽ എത്രയും പെട്ടെന്ന് നിങ്ങൾക്ക് ലഭിക്കണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു കാര്യം നിങ്ങളുടെ ലൈഫിലേക്ക് വരാൻ പോവാണ്. അത് നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നു. അതാണ് ഇന്നത്തെ ടോപ്പിക്. അപ്പൊ അത് എന്തൊക്കെയാണെന്ന് നോക്കാം, ആർക്കൊക്കെയാണെന്ന് നോക്കാം. അതിനായിട്ട് 2 പൈല് വെച്ചിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ പൈല് സെലക്ട് ചെയ്യുന്നതിന് മുമ്പ് ഒന്ന് ഡീപ്പ് ബ്രീത്ത് എടുത്തിട്ട് ഒന്ന് റിലാക്സ് ആയിട്ട് എടുക്കാം. അങ്ങനെ ചെയ്യാൻ അറിയാൻ വയ്യാത്തവർക്കൊന്ന് പ്രാർത്ഥിച്ചിട്ട് പൈല് സെലക്ട് ചെയ്യാം കേട്ടോ. കണ്ണടച്ചൊന്ന് പ്രാർത്ഥിച്ചിട്ട് എടുക്കാം. അപ്പോ ഇതാണ് ഒന്നാമത്തെ പൈല്, സക്സസ്. കാർഡ് നോക്കണമെന്നില്ല, ഞാൻ വായിക്കുന്ന പേര് നോക്കിയാൽ മതി. ഇത് ട്രസ്റ്റ്. ട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ വിശ്വസിക്കാനാണ്, വിശ്വാസം. ട്രസ്റ്റ്, വിശ്വാസം, സക്സസ്, ഇത് രണ്ടുമാണ് കേട്ടോ പൈല്. നിങ്ങൾക്ക് കാണാമെന്ന് വിചാരിക്കുന്നു. സക്സസ് ഒന്നാമത്തെ പൈല്, ട്രസ്റ്റ് ഇത് രണ്ടാമത്തെ പൈല്. ഇതിലിപ്പോ നിങ്ങൾക്ക് പിക്ചർ നന്നായിട്ട് കാണാൻ പറ്റുന്ന വരില്ല. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ഇങ്ങനെ സക്സസും ട്രസ്റ്റും കേട്ടോ, 1ഉം 2ഉമാണ്. നിങ്ങൾ കണ്ടു കാണുമെന്ന് വിചാരിക്കുന്നു. അല്ലെങ്കിൽ നിങ്ങളൊന്ന് വീഡിയോ പോസ്റ്റ് ചെയ്തിട്ട് നോക്കാം കേട്ടോ. ഒന്നാമത്തേത്, രണ്ടാമത്തേത്. ഒന്നാമത്തെ പൈലിന്റെ റീഡിംഗ് നോക്കാം ആദ്യം. സക്സസ്. നിങ്ങൾ ഷഫിൾ ചെയ്താണ് ഞാൻ കാർഡ് വെക്കുന്നത് കേട്ടോ. നോക്കാം നമുക്ക് എന്തൊക്കെയാണ് നിങ്ങൾ ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ആ ഒരു കാര്യങ്ങളെന്നും നിങ്ങളിലേക്ക് വരാൻ പോകുന്ന ആ കാര്യങ്ങളൊക്കെ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം അല്ലെ. ഫോർ ഓഫ് വാൻഡ് വന്നിട്ടുണ്ട്, ക്യൂൻ ഓഫ് സോർട്സ് വന്നിട്ടുണ്ട്, 9 ഓഫ് സോർട്സ് വന്നിട്ടുണ്ട്, 4 ഓഫ് സോർട്സ്, 8 പെൻഡക്കിൾസ്, 9 ഓഫ് വാൻഡ്, 4 ഓഫ് കപ്സ്. ഇവിടെ ഈ കാർഡിന്റെ ഏഞ്ചൽ മെസ്സേജ് ഉണ്ട്, അതുകൂടെയൊക്കെ എടുക്കാമേ. നിങ്ങളൊരു വീട് വേണം ആദ്യമായിട്ട് ആഗ്രഹിക്കുന്നതായിട്ട് കാണുന്നുണ്ട് കേട്ടോ. നിങ്ങൾക്കൊരു വീട് വേണം, അതിന് നിങ്ങൾ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങൾക്കൊരു വീട്, അല്ലെങ്കിൽ നിങ്ങൾക്കൊരു വീടിനായിട്ട് ഇപ്പൊ എവിടെയെങ്കിലൊക്കെ ജോലിയൊക്കെ ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങളൊരു റെന്റിനായിട്ടൊരു വീടോ അല്ലെങ്കിൽ ഒരു വീട് താമസത്തിനായിട്ടൊരു വീടൊക്കെ നിങ്ങൾ ഇപ്പൊ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അല്ലെങ്കിൽ എന്തെങ്കിലും ഓഫീസുകൾ തുടങ്ങാൻ വേണ്ടിയിട്ടുള്ള കെട്ടിടങ്ങളൊക്കെ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണ്. നിങ്ങൾക്ക് അത് ലഭിക്കാൻ പോകുന്നുണ്ട് കേട്ടോ. പേജ് ഓഫ് എർത്ത്, 7 ഓഫ് തോട്ട്സ്, ജസ്റ്റിസ്, വീല്, ഇതൊക്കെയാണ് കിട്ടിയേക്കുന്നത്. അപ്പൊ നിങ്ങളുടെ ലൈഫിലേക്ക് വരാൻ പോകുന്നത് സക്സസ് വരാൻ പോകുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. അതായത് നിങ്ങളുടെ ലൈഫിലേക്ക് നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ ഒരു കാര്യങ്ങളൊക്കെ ലഭിക്കാൻ പോകുന്നത്, അതായത് സക്സസ്, സൗഭാഗ്യം,
വിജയം ഒക്കെ നിങ്ങളുടെ ലൈഫിലേക്ക് വരികയാണ്. നിങ്ങൾ ആഗ്രഹിക്കുന്നതെല്ലാം വരുന്നതിൻ്റെതായിട്ടുള്ള ഒരു സന്തോഷത്തിലാണ് നിങ്ങൾ കേട്ടോ. നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു കാര്യം നിങ്ങൾ ഒരുപാട് നാളെ പ്രാർത്ഥിക്കുകയും ആഗ്രഹിക്കുകയും ചെയ്യുന്ന ഒരു കാര്യം വരുന്നതിന്റെ ആ ഒരു സന്തോഷത്തിലാണ് നിങ്ങൾ തുള്ളിച്ചാടാൻ പോകുന്നതായിട്ടാണ് കാണിക്കുന്നത്. അത്രയ്ക്ക് നിങ്ങൾ അതിനെ കാത്തിരിക്കുകയായിരുന്നു. അത് നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നുണ്ട്. അപ്പൊ അത് ലഭിക്കേണ്ടതായിട്ടുള്ള ഒരു സമയം, വീൽ ഓഫ് ഫോർച്യൂൺ, അതായത് നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിലേക്ക് ആ സൗഭാഗ്യങ്ങൾ വരേണ്ട ഒരു ടൈം നിങ്ങൾക്ക് ഇപ്പൊ ആയിട്ടുണ്ടെന്നാണ് കാണിക്കുന്നത്. നിങ്ങൾക്ക് ലക്ക്, നിങ്ങൾക്ക് ഭാഗ്യം, നിങ്ങളുടെ ഭാഗ്യ സമയം എത്തിയിരിക്കുകയാണ്. നിങ്ങൾക്ക് ലൈഫിൽ ഒരു ചേഞ്ച് വരാൻ പോവാണ്. ഒരുപക്ഷെ സാമ്പത്തികമായിട്ടൊക്കെ ഉള്ള നല്ല ചേഞ്ച് വരാൻ പോകുന്നതായിട്ടൊക്കെ എനിക്ക് കാണുന്നുണ്ട്. സാമ്പത്തികമായിട്ട് നല്ല രീതിയിൽ ചേഞ്ചസ് കാണുന്നുണ്ട്. 8 ഓഫ് പെന്റിക്കിൾസ്, ഒരുപാട് സാമ്പത്തികം നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നു. സാമ്പത്തികമായിട്ടുള്ള നിങ്ങളുടെ എല്ലാ ബുദ്ധിമുട്ടും പ്രശ്നങ്ങളും നീങ്ങാൻ പോകുന്നു. അപ്പൊ നിങ്ങൾ ഇപ്പൊ സാമ്പത്തികമാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ, അല്ലെങ്കിൽ പണമാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ അത് നിങ്ങളുടെ ലൈഫിലേക്ക് വളരെ പെട്ടെന്ന് വരുന്നു. എന്തെങ്കിലും ഒരു കാര്യത്തിൽ നിങ്ങൾ പണം ആഗ്രഹിക്കുന്നുണ്ടെന്ന് വിചാരിച്ചു, എന്തെങ്കിലും കാര്യം, പണം കൊണ്ട് ഒരുപാട് എല്ലാ ആവശ്യത്തിനും പണം വേണമല്ലോ. അപ്പം ഏത് ആവശ്യത്തിനും, ഇപ്പൊ വീട് വെക്കാനോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ബിസിനസ് തുടങ്ങാനോ, അല്ലെങ്കിൽ നിങ്ങളുടെ ഗോൾഡ് പണയം വെച്ചിരിക്കുന്ന എടുക്കാനോ, അല്ലെങ്കിൽ നിങ്ങളുടെ മോളുടെ കല്യാണത്തിനുള്ള മാരേജ് നടത്താൻ വേണ്ടിയിട്ടുള്ള പണമായിരിക്കാം, മക്കളെ വിദ്യാഭ്യാസത്തിന് വേണ്ടിയിട്ടുള്ള പണമായിരിക്കാം, വിദേശത്ത് വിടാനുള്ള പണമായിരിക്കാം. അപ്പൊ ഏത് കാര്യത്തിനായാലും നിങ്ങളുടെ ആവശ്യങ്ങൾക്കുള്ള പണം നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പണം ലഭിക്കാൻ പോകുന്നു. നിങ്ങൾക്ക് ഏതോ വഴിയിലൂടെ പണം നിങ്ങൾക്ക് ലഭിക്കാം. നിങ്ങൾക്കൊരു ഭാഗ്യം, അത് നിങ്ങളുടെ ഭാഗ്യ സമയമാണ്. അപ്പൊ ഒരുപക്ഷെ ലോട്ടറി അടിച്ചിട്ടാവാം, അല്ല ഏത് വഴി നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ ഒരു പണമാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ അത് നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നതാണ് കാണിക്കുന്നത്. അപ്പൊ അല്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും പഠിക്കാൻ വേണ്ടിയിട്ടുള്ള വിസ കാത്തിരിക്കുന്നവരാണെങ്കിൽ, അല്ലെങ്കിൽ പാസ്പോർട്ട് അപേക്ഷിച്ചിട്ട് കാത്തിരിക്കുന്നവരാണെങ്കിൽ, വിദേശത്ത് അഡ്മിഷന് കാത്തിരിക്കുന്നവരാണ്, വിദേശത്ത് പഠിക്കാൻ വേണ്ടിയിട്ടുള്ള പണത്തിന് ലോൺ വെച്ചിട്ട് ലോൺ ലഭിക്കാനായിട്ടോ, അങ്ങനെ ആ ഒരു കാര്യം നിങ്ങൾക്കൊരു ലെറ്റർ, അതായത് ഒരു വിസയ്ക്കായിട്ട് വിസ കാത്തിരിക്കുന്നുണ്ട്, ലെറ്റർ വരുന്നുണ്ട് നിങ്ങൾക്ക്. ഒരു പക്ഷെ വിസ ആയിരിക്കാം, അല്ലെങ്കിൽ ഓഫർ ലെറ്റർ, അങ്ങനെ പറയാറില്ല. അപ്പൊ ഓഫർ ലെറ്ററോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കാം വിദേശത്ത് പഠിക്കാൻ. അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്താണ് നിങ്ങൾക്ക് ഒരു ഗുഡ് മെസ്സേജ് വരികയാണ്, നിങ്ങളുടെ സ്റ്റഡി സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾക്കുള്ള എന്തോ ഒരു മെസ്സേജ് വരുന്നുണ്ട്, നിങ്ങളെ തേടി വരുന്നതായിട്ട് കാണുന്നുണ്ട്. അല്ലെങ്കിൽ നിങ്ങൾക്ക് എവിടെയെങ്കിലും ജോലിക്കായിട്ട് അപ്പോയിന്റ്മെന്റ് ലെറ്റർ കിട്ടാൻ പോകുന്നു എന്നുള്ളതാണ്. അപ്പോയിന്റ്മെന്റ് ലെറ്ററിന് വേണ്ടി, ജോലിക്ക് വേണ്ടിയിട്ടാണ് കാത്തിരിക്കുന്നെങ്കിൽ അത് ലഭിക്കുന്നു. ജോലിക്കുള്ള അപ്പോയിന്റ്മെന്റ് ലെറ്ററിന് വേണ്ടി കാത്തിരിക്കുന്നവരാണെങ്കിൽ അത് ലഭിക്കാൻ പോകുന്നുണ്ട്. എന്തോ ഒരു നല്ല മെസ്സേജ് നിങ്ങളെ തേടി വരുന്നുണ്ട്. അത് അതോടുകൂടി നിങ്ങളുടെ ഒരു സൗഭാഗ്യം തെളിയുന്നതാണ്. നിങ്ങൾക്കൊരു സന്തോഷം കൊണ്ട് അത്രമാത്രം നിങ്ങൾ ആനന്ദിക്കുന്ന ഒരു സമയമാണ്. കാരണം അത്രയും നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്, നിങ്ങളുടെ ലൈഫ് ചേഞ്ച് ആക്കുന്ന ഒരു കാര്യമാണ് നിങ്ങൾ ആഗ്രഹിച്ചിരിക്കുന്നത്. അപ്പൊ ആ ഒരു കാര്യം നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നതായിട്ടാണ് കാണിക്കുന്നത് കേട്ടോ. അല്ലെങ്കിൽ ഒരുപക്ഷെ നിങ്ങൾ എന്തെങ്കിലും വിഷയങ്ങള് എക്സാം എഴുതിയതിനു ശേഷം റിസൾട്ട് കാത്തിരിക്കുന്നവരാണ്. ഒരുപക്ഷെ അതിന്റെ റിസൾട്ട് ആയിരിക്കും നിങ്ങൾക്ക് ലഭിക്കുന്നത്. അല്ലെങ്കിൽ എവിടെയെങ്കിലും നിങ്ങൾക്ക് കോളേജിലോ എവിടെയെങ്കിലും പഠിക്കുന്നതിന് അഡ്മിഷൻ ലഭിക്കാൻ വേണ്ടിയിട്ട് കാത്തിരിക്കുന്നവരാണ്, അതായിരിക്കും ലഭിക്കുന്നത്. അപ്പൊ നിങ്ങളുടെ ഓരോരുത്തരുടെ ആഗ്രഹങ്ങൾ എന്താണോ, അപ്പൊ എല്ലാവർക്കും ഒരുപാട് ആഗ്രഹമുണ്ട്. അപ്പൊ എല്ലാം എനിക്കിങ്ങനെ പറയാൻ പറ്റില്ല. അപ്പോൾ ഇതങ്ങനെയുള്ള നിങ്ങളുടെ ആഗ്രഹം, നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ ഒരു കാര്യങ്ങൾ എന്താണോ, എന്ത് മെസ്സേജ് ആണോ നിങ്ങളെ കാത്തിരിക്കുന്നത്, എന്ത് സന്തോഷ വാർത്തക്കാണോ നിങ്ങളെ കാത്തിരിക്കുന്ന ആ ഒരു കാര്യം നിങ്ങളുടെ ലൈഫിലേക്ക് വരാൻ പോവാണ് കേട്ടോ. വളരെ പെട്ടെന്ന് തന്നെ വന്നിട്ട് വളരെ സ്പീഡിലാണ് വരാൻ പോണത് നിങ്ങൾക്ക് എന്നാണ് പറയുന്നത്. അപ്പം നിങ്ങൾ അതിനായിട്ട് കാത്തിരിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നുണ്ടെങ്കിൽ ഉടനെ തന്നെ അത് നിങ്ങളുടെ ലൈഫിലേക്ക് എത്തും എന്നാണ് പറയുന്നത്. ഇതുവരെ നിങ്ങൾക്ക് ഒരുപാട് തടസ്സങ്ങൾ ഉണ്ടായിരുന്നു, നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു കാര്യങ്ങളൊക്കെ ലഭിക്കാൻ ഒരുപാട് തടസ്സങ്ങൾ ഉണ്ടായിരുന്നു. 9 ഓഫ് വാൻഡ്, ഒരുപാട് തടസ്സങ്ങൾ, ഒരുപാട് നിങ്ങൾക്ക് കരയേണ്ടതായിട്ട് വന്നിട്ടുണ്ട്, ഒരുപാട് നഷ്ടങ്ങൾ അല്ലെങ്കിൽ വേദനകൾ, അല്ലെങ്കിൽ ഒരുപക്ഷെ നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ, ഒരുപാട് സങ്കടങ്ങൾ നിങ്ങളുടെ ലൈഫിൽ സംഭവിച്ചിട്ടുണ്ടാവാം, പ്രശ്നങ്ങളിലൂടെ പോയിട്ടുണ്ടാവാം. അപ്പൊ അതിനൊക്കെ നിങ്ങൾ ഒരു സൊല്യൂഷന് വേണ്ടി കാത്തിരിക്കുന്നതാണെങ്കിൽ, ഏതൊരു കാര്യത്തിന് വേണ്ടിയിട്ടാണോ നിങ്ങൾ കരഞ്ഞുകൊണ്ടിരിക്കുന്നത് ആ ഒരു കാര്യത്തിന് ഒരു സൊല്യൂഷൻ നിങ്ങൾക്ക് ലഭിക്കാൻ പോവാണ്. നിങ്ങളുടെ കരച്ചിൽ അവസാനിക്കാൻ പോകുന്നതായിട്ടാണ് എനിക്ക് കാണുന്നത്. നിങ്ങളുടെ മാരേജ് ഒക്കെ കഴിഞ്ഞവരായിരിക്കും ഒരുപക്ഷെ ഡിവോഴ്സായി നിങ്ങളുടെ കാര്യമൊക്കെ പൊട്ടിയിരിക്കുന്നത്. അതായത് ഹസ്ബൻഡ് മരിച്ചത് അല്ലെങ്കിൽ ഹസ്ബൻഡ് ഉപേക്ഷിക്കപ്പെട്ടൊക്കെ ഇരിക്കുന്ന ഒരു അവസ്ഥയിലായിരിക്കാമെന്ന് എനിക്ക് തോന്നുന്നു. നിങ്ങളൊരു ഡിപ്രഷൻ സ്റ്റേജിലൊക്കെ ആയിരിക്കും, അതാണ് കരച്ചിലും കാര്യങ്ങളും. അല്ലെങ്കിൽ നിങ്ങളുടെ ലവ് നിങ്ങളെ ഉപേക്ഷിച്ച് പോയി, നിങ്ങൾ ഡിപ്രഷനിലായിരിക്കാം. അപ്പൊ അങ്ങനെയൊക്കെയുള്ള ഒരു സിറ്റുവേഷനിലൂടെ കടന്നു പോകുന്നവരാണ് നിങ്ങളെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. അപ്പൊ അങ്ങനെയൊക്കെയുള്ള സിറ്റുവേഷൻ ആണെങ്കിൽ നിങ്ങളുടെ ലൈഫിലേക്ക് ഒരു സന്തോഷം വരുന്നു. നിങ്ങൾ ഈ ഒരു അവസ്ഥയിൽ നിന്ന്
പുറത്തു വരാൻ പറയുന്നുണ്ട് കേട്ടോ. ഈ ഒരു അവസ്ഥയിൽ നിങ്ങൾ എപ്പോഴും ഇങ്ങനെ ഇരിക്കാതെ നിങ്ങൾ ഈ ഒരു അവസ്ഥയിൽ പുറത്തു വരാൻ പറയുന്നുണ്ട്. അപ്പോ ഇത് നിങ്ങൾക്കൊരു ജസ്റ്റിസ് ലഭിക്കുമെന്നാണ് പറയുന്നത്. നിങ്ങൾക്കൊരു ജസ്റ്റിസ് ലഭിക്കും എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് ചില വ്യക്തികൾക്ക് ഇപ്പൊ ഈ ഒരു സിറ്റുവേഷനിലൂടെ ഒക്കെ പോയിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളുടെ കർമ്മയായിരിക്കും എന്ന് ഇവിടെ പറയുന്നുണ്ട്. കർമ്മ ഒരുപക്ഷെ കർമ്മഫലമായിരിക്കാം എന്ന് തോന്നുന്നു. ചില കാര്യങ്ങൾ ഇപ്പൊ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നുണ്ടെങ്കിൽ ഒരുപക്ഷെ നിങ്ങളുടെ മുൻജന്മത്തിൽ ചെയ്ത പാപത്തിന്റെ ഫലമാവാം, അല്ലെങ്കിൽ നിങ്ങളുടെ മാതാപിതാക്കൾ ചെയ്ത പാപത്തിന്റെ ഫലമാവാം നിങ്ങൾ ഒരുപക്ഷെ ഇപ്പൊ അനുഭവിക്കുന്നത്. അപ്പൊ നമ്മൾ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ കുട്ടികൾക്ക് അതിൻ്റെതായിട്ടുള്ള അനുഭവിക്കേണ്ടതായിട്ട് വരും. എന്ന് പറഞ്ഞ പോലെ നമ്മൾ അനുഭവിക്കുന്നത് നിങ്ങൾ അനുഭവിക്കുന്ന നിങ്ങളുടെ മാതാപിതാക്കളോ അല്ലെങ്കിൽ പൂർവികരോ ചെയ്ത തെറ്റിന്റെ ഫലമാകാം, അല്ലെങ്കിൽ നിങ്ങളുടെ മുൻ ജന്മത്തിൽ ചെയ്ത തെറ്റുകളുടെ കർമ്മഫലമായിരിക്കാം. അപ്പൊ അങ്ങനെയുള്ള എന്തോ കർമ്മ നിങ്ങൾ അനുഭവിക്കുന്നുണ്ട്. ആരൊക്കെ അനുഭവിക്കുന്നുണ്ട്? പക്ഷെ തീർച്ചയായിട്ടും അതിനൊരു ടൈമുണ്ട്. അത് നിങ്ങൾ ജീവിതകാലം മൊത്തം അനുഭവിക്കേണ്ടതില്ല. നിങ്ങളുടെ ഈ കരച്ചിലൊന്നും നിങ്ങൾക്ക് അധികം നാൾ കരഞ്ഞുകൊണ്ടിരിക്കേണ്ടതായിട്ട് വരില്ല എന്ന് പറയുന്നുണ്ട്. കഴിഞ്ഞ ജന്മത്തിൽ ചെയ്തതിനെ ഇപ്പം നമ്മൾക്ക് ഒന്നും ചെയ്യാനില്ല. നമ്മൾ പോലും അറിയുന്നില്ല കഴിഞ്ഞ ജന്മത്തിൽ നമ്മൾ ആരായിരുന്നു, എന്താണ്, എന്ത് ചെയ്തത്. അപ്പൊ അതും പറഞ്ഞുകൊണ്ട് നിങ്ങൾ വിഷമിച്ചിരിക്കേണ്ട ആവശ്യമില്ല. ലൈഫിൽ വരുന്ന ഓരോ പ്രോബ്ലംസും അതിനെ ആ രീതിയിൽ എടുത്താൽ മതി. ലൈഫാകുമ്പോൾ പ്രോബ്ലംസ് ഉണ്ടാവും, നല്ലതുമുണ്ട് ചീത്തയുണ്ട്, പ്രോബ്ലംസും വരും. അപ്പൊ പ്രോബ്ലം വരുമ്പോൾ തളർന്നു പോകാതെ ആ പ്രോബ്ലം വരുമ്പോൾ വിഷമിക്കില്ലെന്നല്ല, നല്ല രീതിയിൽ വിഷമിക്കും. പക്ഷെ നമ്മൾ വിഷമിച്ച് എപ്പോഴും ഇരിക്കാതെ നമ്മള് ആ ഒരു അവസ്ഥയിൽ നിന്നും മാറി വരേണ്ടതുണ്ട്. തീർച്ചയായിട്ടും നമ്മൾ ആ ഒരു അവസ്ഥ തരണം ചെയ്യേണ്ടതുണ്ട്. നമുക്ക് തീർച്ചയായിട്ടും ഉണ്ട്. ഈ ഒരു കാലയളവ് അവസാനിച്ച് നല്ലൊരു ടൈം തീർച്ചയായിട്ടും ഉണ്ട് നിങ്ങളുടെ ലൈഫിൽ. ഈ ഒരു അവസ്ഥയിലൂടെ കടന്നു പോകുന്ന വ്യക്തികളാണെങ്കിൽ, കരച്ചിലും പ്രശ്നങ്ങളും പ്രോബ്ലംസും ആയിട്ട് ഇരിക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഒരു ജസ്റ്റിസ് ലൈഫിൽ ലഭിക്കുമെന്നാണ് പറയുന്നത്. നിങ്ങൾ കരഞ്ഞുകൊണ്ടിരിക്കേണ്ടതില്ല. അപ്പൊ എല്ലാം എന്റെ വിധി അല്ലെങ്കിൽ എല്ലാം എന്റെ ലൈഫ് ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞിരിക്കാതെ ഈ ഒരു ലൈഫും ഈ ഒരു സമയം കടന്നു പോകും, ഈ ഒരു ലൈഫ് മാറി നല്ലൊരു ലൈഫ് നിങ്ങൾക്ക് വരുമെന്നുള്ളൊരു വിശ്വാസത്തിൽ നിങ്ങൾ മുന്നോട്ട് പോവാനാണ് പറയുന്നത് കേട്ടോ. അപ്പൊ നിങ്ങൾ എന്താണെങ്കിലും നിങ്ങൾ ആഗ്രഹിച്ചെങ്കിൽ മാത്രമേ നിങ്ങളുടെ ലൈഫിലേക്ക് അത് വരികയുള്ളൂ. അപ്പൊ നിങ്ങൾ നല്ലൊരു ലൈഫ് വീണ്ടും ആഗ്രഹിച്ചാൽ നിങ്ങൾക്ക് നല്ലൊരു ലൈഫ് ലഭിക്കുമെന്നാണ് കാണിക്കുന്നത്. ഇപ്പൊ നിങ്ങളെ ആരെങ്കിലും ഉപേക്ഷിച്ച് പോവോ, നിങ്ങളിത് വേർപെട്ട് പോവുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളുടെ ജീവിതത്തിൽ അത് സംഭവിക്കേണ്ടതായിരുന്നു എന്ന് മാത്രം നിങ്ങളത് കരുതിയേക്കുക, അത്രയേ ഉള്ളൂ. അപ്പൊ അതിനെ ഓർത്ത് ജീവിതകാലം മൊത്തം വിഷമിച്ചും വേദനിച്ചും സ്വയം ശപിച്ചും ജീവിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഒരു ലൈഫേ ഉള്ളൂ. ആ ഒരു ലൈഫ് നിങ്ങൾ നല്ലവണ്ണം ജീവിക്കുക എന്നുള്ളതാണ് കേട്ടോ. അപ്പോ അങ്ങനെ ഒരുപാട് ദുഃഖിച്ച നഷ്ടങ്ങൾ അല്ലെങ്കിൽ നഷ്ടപ്പെട്ട വ്യക്തിയൊക്കെ ഓർത്ത് ദുഃഖിച്ചിരിക്കുന്ന വ്യക്തികളുണ്ട്. അപ്പോ ആ ഒരു വ്യക്തി തിരികെ വരുമോ എന്നൊക്കെ ഓർത്ത് വിഷമിച്ചിരിക്കുന്നവരുണ്ട്. അപ്പോ നിങ്ങളെ ഒരു വ്യക്തി നിങ്ങളുടെ ലവർ ആവാം, നിങ്ങളുടെ ഹസ്ബൻഡ് ആണെങ്കിലും നിങ്ങളെ സ്നേഹിക്കുന്ന വ്യക്തിയാണ് നിങ്ങളുടെ ലൈഫിലേക്ക് വരും. അല്ലെങ്കിൽ നിങ്ങളെ പിരിഞ്ഞിരിക്കാൻ ആ ഒരു വ്യക്തിക്കും കഴിയില്ല, കോണ്ടാക്റ്റിൽ വരാതിരിക്കാനും കഴിയില്ല. അപ്പൊ മാസങ്ങളായിട്ടും വർഷങ്ങളായിട്ടും കോണ്ടാക്റ്റിൽ വരാതിരിക്കുന്ന വ്യക്തികളെയും കാത്തിരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. സ്നേഹമുള്ള വ്യക്തികളാണെങ്കിൽ തീർച്ചയായിട്ടും കോണ്ടാക്റ്റിൽ വരും. നിങ്ങളെ കോണ്ടാക്ട് ചെയ്തിരിക്കാനാവില്ല. അപ്പൊ നിങ്ങളെ കോണ്ടാക്ട് ചെയ്യാതിരിക്കുന്നുണ്ടെങ്കിൽ അവരുടെ മനസ്സിൽ നിങ്ങളില്ല, നിങ്ങളോട് അവർക്ക് സ്നേഹമില്ലെന്ന് മാത്രം കരുതുക, അത്രയേ ഉള്ളൂ. നിങ്ങൾ ആരെങ്കിലും മാരേജ് പ്രപ്പോസലുമായിട്ട് വന്നെന്ന് വിചാരിച്ചു, പ്രപ്പോസലുമായിട്ട് വന്ന ഒരു വ്യക്തി, അപ്പൊ ആ ഒരു വ്യക്തിയെ മാത്രം നോക്കി ഒരുപാട് നാൾ നിങ്ങൾ കാത്തിരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പൊ നിങ്ങൾ വേറെ മാരേജ് പ്രപ്പോസൽ വേറെ നിങ്ങൾ ആലോചിക്കാനുള്ളതാണ്. അല്ലെ വർഷങ്ങളോളം ആ ഒരു വ്യക്തി കുറെ നാൾ കോണ്ടാക്ട് ഉണ്ട്, പിന്നെ കോണ്ടാക്ട് ഇല്ല, ഇനി വരുമോ എന്നൊക്കെ ഉള്ള രീതിയിൽ ഇരിക്കുന്ന ഒരുപാട് പേരുണ്ട്. ആ ഒരു വ്യക്തിയായിട്ട് എന്റെ മാരേജ് നടക്കുമോ? അപ്പൊ മാരേജ് നടക്കാനാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ രണ്ടുപേരും തമ്മിൽ സംസാരിച്ച് വീട്ടുകാരോട് സംസാരിച്ച് നടത്തേണ്ട കാര്യങ്ങളാണ്. അപ്പൊ അതൊന്നും ചെയ്യാതെ നീണ്ടു പോകുന്നുണ്ടെങ്കിൽ നിങ്ങൾ അങ്ങനെയുള്ള വ്യക്തികളെ കാത്തിരിക്കേണ്ടതായിട്ടുള്ള ആവശ്യങ്ങളില്ല. അപ്പൊ നിങ്ങളുടെ ലൈഫ് നിങ്ങളുടേത് മാത്രമാണ്. അതിനകത്ത് നിങ്ങൾക്ക് മാത്രമാണ് അതിന്റെ അധികാരം. മറ്റൊരാൾക്ക് വേണ്ടി നിങ്ങളുടെ ലൈഫ് നിങ്ങളെ സ്പോയിലാക്കേണ്ടതില്ല എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. അപ്പൊ തന്റെ അടുത്തോടെ സ്വന്തം ലൈഫാണ്. ആ ലൈഫ് എങ്ങനെ പോകണമെന്ന് നിങ്ങൾക്ക് തീരുമാനം എടുക്കാനുള്ള കഴിവില്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ മറ്റുള്ളവർ തീരുമാനം എടുക്കും. അതുകൊണ്ട് സ്വന്തം ലൈഫിലെ തീരുമാനം അവനവൻ തന്നെ എടുക്കുക എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. അതുകൊണ്ട് അവിടെ നിങ്ങളുടെ ആ ഒരു നഷ്ടങ്ങൾ ഓർത്തിരിക്കാതെ നിങ്ങൾക്ക് ലാഭമായിട്ടുള്ള അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫ് ഇനി മുന്നോട്ടേക്ക് സന്തോഷമായിട്ട് പോകാനുള്ള കാര്യങ്ങൾ നിങ്ങൾ ചെയ്യാനാണ് ഞാൻ ഇവിടെ നിങ്ങളോട് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. പലർക്കും ഇവിടെ ഒരു പ്രോഗ്രസ് വരികയാണ്. ഒരുപാട് പ്രോഗ്രസ്, സന്തോഷവും സക്സസും പ്രോഗ്രസും ഒക്കെയാണ് ലൈഫിലേക്ക് വരുന്ന ചേഞ്ച്, പലതരത്തിലുള്ള ചേഞ്ച്, ഭാഗ്യം ഒക്കെ വരുന്നതായിട്ട് എനിക്കിവിടെ കാണുന്നുണ്ട്. വളരെ സ്ട്രോങ് ആയിട്ടുള്ള ലേഡീസ്, ക്വീൻ ഓഫ് സോർഡ്സ്, വളരെ സ്ട്രോങ് ആയിട്ടുള്ള ലേഡീസ്, പവർഫുൾ ആയിട്ടുള്ള ലേഡീസിന്റെ എനർജി ഇവിടെ കാണുന്നുണ്ട്. ഒരു ഫെമിനിൻ എനർജി ഒക്കെ കാണുന്നുണ്ട് കേട്ടോ.
അപ്പൊ ക്യൂൻ ഓഫ് സോർഡ്സ് ഉണ്ട്, എയ്റ്റ് ഓഫ് പെന്റിക്കിൾസ്. ഇൻഡിപെൻഡന്റ് ആയിട്ട് നല്ല രീതിയിൽ ഏൺ ചെയ്ത് ജീവിച്ചു പോകുന്ന ലേഡീസിന്റെ എനർജി കാണുന്നുണ്ട്. അപ്പം നിങ്ങൾക്ക് ഇനിയൊരു ലൈഫ്, നിങ്ങളുടെ ലൈഫ് ശരിക്കും പറഞ്ഞാൽ ഇനിയൊരു സക്സസിന്റെ ലൈഫായിട്ടാണ് കാണിക്കുന്നത്. വളരെ നല്ല രീതിയിൽ ഏൺ ചെയ്യുന്നതായിട്ടാണ് കാണിക്കുന്നത്. വളരെ നല്ല രീതിയിൽ നിങ്ങൾ പണം ഉണ്ടാക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. ഒരുപക്ഷെ സ്വന്തം കഴിവിലൂടെ തന്നെ ആ ഒരു കഴിവിനെ ബിസിനസ് ആക്കിയെടുത്ത് നല്ല രീതിയിൽ ഏൺ ചെയ്ത് ജീവിക്കുന്ന ലേഡീസ് ആയിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. വളരെ ലക്ഷറി ലൈഫ് നിങ്ങൾക്കായിട്ട് കാത്തിരിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. നല്ലൊരു വീട് വെക്കാനുള്ള ഒരു സാഹചര്യം കാണുന്നുണ്ട്. ഒരു വീടെന്ന സ്വപ്നമായിട്ട് കാത്തിരിക്കുന്ന വ്യക്തികൾക്ക് നല്ലൊരു വീട് വെക്കാൻ, അല്ലെങ്കിൽ വീടും സ്ഥലവും കൂടെ വാങ്ങാനും ഒക്കെയുള്ള സാഹചര്യങ്ങൾ കാണുന്നു. അല്ലെങ്കിൽ ഫ്ലാറ്റ് വാങ്ങാനൊക്കെയുള്ള സാഹചര്യങ്ങൾ കാണുന്നു. അപ്പൊ ആ ഒരു വീടിന്റെ പാലുകാച്ചൽ അല്ലെങ്കിൽ ആ ഒരു ചടങ്ങ് നിങ്ങൾ ആഘോഷിക്കുന്നതായിട്ട്, ഫ്രണ്ട്സ് റിലേറ്റീവ്സ് ഒക്കെ ആയിട്ട് ആഘോഷിക്കാൻ പോകുന്നതായിട്ട് കാണുന്നുണ്ട്. അപ്പൊ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നിങ്ങൾ ആഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ നിങ്ങളുടെ ലൈഫിലേക്ക് നടക്കാൻ പോകുന്നതായിട്ട് കാണുന്നുണ്ട് കേട്ടോ. ഒരുപക്ഷെ ചിലർക്ക് വീട് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ വീട് പണി സ്റ്റാർട്ട് ചെയ്യാൻ, അല്ലെങ്കിൽ വീട് പണിയുടെ ഫസ്റ്റ് സ്റ്റെപ്പ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നുള്ളതായിരിക്കാം. തീർച്ചയായിട്ടും നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യാൻ നിങ്ങൾക്ക് നല്ലൊരു വീടിനുള്ള യോഗം കാണുന്നുണ്ട് കേട്ടോ. ഇവിടെ നിങ്ങൾ ഒരുപാട് പേർക്ക് ഒരുപാട് പ്രോബ്ലംസ് ലൈഫിൽ ഉണ്ടായിട്ടുള്ള അവസ്ഥ, ചീറ്റിംഗ് ഉണ്ടായിട്ടുണ്ട് നിങ്ങളുടെ ലൈഫിൽ. ചീറ്റിംഗ് പല രീതിയിൽ നിങ്ങളുടെ ലവർ നിങ്ങളെ ചീറ്റ് ചെയ്തതായിട്ട് കാണിക്കുന്നുണ്ട്. അല്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും തെറ്റ് ചെയ്തതിന്റെ പേരിൽ നിങ്ങളെ ഉപേക്ഷിച്ച് പോയിരിക്കുന്ന വ്യക്തികൾ, അതിന്റെ പേരിൽ നിങ്ങൾക്ക് കുറ്റബോധം, അത് ഓർത്തിട്ട് ആ ഒരു അങ്ങനെ പറയണ്ടായിരുന്നു, അങ്ങനെ ചെയ്യണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞ് കരയുന്ന വ്യക്തികളെ കാണുന്നുണ്ട് കേട്ടോ. കരയുന്ന വ്യക്തികളെ കാണുന്നുണ്ട്. പിന്നെ നിങ്ങൾക്ക് ഒരുപാട് ചീറ്റിങ്ങും, സാമ്പത്തികമായിട്ടുള്ള ചീറ്റിങ്ങും, അല്ലെങ്കിൽ ആ ഒരു വ്യക്തി നിങ്ങളെ ശാരീരികമായിട്ടൊക്കെ ചീറ്റ് ചെയ്തിട്ട് നിങ്ങളെ ഉപേക്ഷിച്ച് പോയതിൻ്റെതായിട്ടുള്ള സിറ്റുവേഷൻസും പലരുടെ ലൈഫിൽ കാണുന്നുണ്ട്. അപ്പോൾ ആ ഒരു അവസ്ഥയിൽ നിന്ന് നിങ്ങൾ തിരികെ വരണം തന്നെയാണ് എനിക്കിവിടെ നിങ്ങളോട് പറയാനുള്ളത് കേട്ടോ. ഈ ഒരു അവസ്ഥയിൽ ഇരിക്കുന്ന വ്യക്തികളോട് നിങ്ങൾക്ക് ഇനിയും മാരേജ് പ്രപ്പോസലുകൾ വരാം, നിങ്ങൾക്ക് പുതിയ ലവ് വരാം. അതുകൊണ്ട് നിങ്ങൾ വിഷമിച്ചിരിക്കേണ്ടതില്ല. നിങ്ങളുടെ ലൈഫിൽ എന്തൊക്കെ നിങ്ങൾ ആഗ്രഹിക്കുന്നത് അതൊക്കെ നിങ്ങളുടെ ലൈഫിലേക്ക് വരുമെന്ന് കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ നിങ്ങൾ സന്തോഷമായിട്ടിരിക്കുക. കാരണം നിങ്ങളുടെ ഒരു പലരുടെയും സമയം കുറച്ച് നല്ലതിലേക്ക് വരിക. കാരണം ഈ ഒരു സിറ്റുവേഷനൊക്കെ നിങ്ങളൊരു സിറ്റുവേഷനിലൂടെ ഒക്കെ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നവരാവാം, അല്ലെങ്കിൽ ഈ ഒരു സിറ്റുവേഷനിലൂടെ കടന്നുപോയി കഴിഞ്ഞവരാകാം. അപ്പൊ ഇനി നിങ്ങൾക്ക് ഇതൊക്കെ നിങ്ങളുടെ കർമ്മയായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിലെ നിങ്ങളുടെ മോശം സമയമായിരുന്നിരിക്കാം എന്നൊക്കെ കരുതിയാൽ മതി. അല്ലെങ്കിൽ നിങ്ങൾ തന്നെ നിങ്ങളുടെ ലൈഫിനെ ശ്രദ്ധിക്കാത്തത് കൊണ്ടായിരിക്കാം എന്ന് കരുതിയാൽ മതി. ചിലരുടെ സ്വന്തം ഇഷ്ടപ്രകാരം സ്നേഹിച്ച് ഇറങ്ങിപ്പോയിരിക്കുന്നവരാവാം, വീട്ടുകാരെ ധിക്കരിച്ച് ഇറങ്ങിപ്പോയിരിക്കുന്നവരാവാം. അപ്പൊ ഇങ്ങനെയുള്ള സിറ്റുവേഷനൊക്കെ നിങ്ങൾക്ക് ഉണ്ടാവുമ്പോൾ നിങ്ങൾക്ക് ആരോടും പറയാനില്ല. അപ്പോൾ നിങ്ങൾ ഇങ്ങനെയൊക്കെ അനുഭവിക്കേണ്ടതായിട്ട് വരും. പക്ഷെ എന്നാലും നിങ്ങൾ തളരാൻ പാടില്ല, സ്ട്രോങ് ആയിട്ട് നിൽക്കാൻ പറയുന്നത്. നിങ്ങൾക്ക് ഒരു നല്ല സമയം വരും, നിങ്ങളുടെ ലൈഫിൽ ഒരു സക്സസ് ഉണ്ടാവും എന്നാണ് പറയുന്നത്. ഇത് ഏഞ്ചൽ മെസ്സേജ് ഇവിടെ നോക്കിയേക്കാമേ. ഒന്നാമത്തെ പൈലന്റെ റീഡിങ് ഇത്രയേ ഉള്ളൂ. നമുക്ക് ഏഞ്ചൽ മെസ്സേജ് കൂടെ നോക്കാം. ഏഞ്ചൽ മെസ്സേജ് എന്താണെന്ന് നോക്കാം. നിങ്ങളിൽ വിശ്വസിക്കാൻ പറയുന്നുണ്ട് കേട്ടോ. നിങ്ങളുടെ കഴിവുകളിൽ വിശ്വസിക്കുക, അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളെ തന്നെ വിശ്വസിക്കുക എന്നാണ് പറയുന്നത്. നിങ്ങൾക്ക് നിങ്ങളിൽ ഒരു വിശ്വാസം വേണം. അതില്ലാത്ത കൊണ്ടാണ് നിങ്ങളുടെ ലൈഫിൽ ഇങ്ങനെയുള്ള പ്രോബ്ലംസ് ഒക്കെ ഉണ്ടാകുന്നത്. പിന്നെ ചിലരോട് ഇംപ്രൂവിങ് ഹെൽത്ത്, നിങ്ങളുടെ ഹെൽത്ത് ഇംപ്രൂവ് ചെയ്യാൻ പറയുന്നുണ്ട്. അല്ലെങ്കിൽ നിങ്ങളുടെ വല്ല ഹെൽത്ത് പ്രോബ്ലം ഉള്ളവരുണ്ടെങ്കിൽ നിങ്ങളുടെ ഹെൽത്ത് ഇംപ്രൂവ് ആകാൻ പോകുന്നുണ്ട് കേട്ടോ. നിങ്ങൾ എന്തെങ്കിലും രോഗത്തിൽപ്പെട്ടിരിക്കുന്നവരാണെങ്കിൽ, അപ്പൊ ഇതൊക്കെ കണ്ടിട്ട് എന്തെങ്കിലും അസുഖം വന്നിരിക്കുന്നവരും ആകാമെന്ന് എനിക്ക് തോന്നുന്നു. അങ്ങനെ എന്തെങ്കിലും അസുഖം നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ, അതിന്റെ പേരിൽ സങ്കടപ്പെട്ടിരിക്കുന്നവരാണെങ്കിൽ നിങ്ങളുടെ ഹെൽത്ത് ഇംപ്രൂവ് ആകും എന്ന് നിങ്ങൾ വിശ്വസിക്കണം എന്നാണ് പറയുന്നത്. നിങ്ങളുടെ ഹെൽത്ത് ഇംപ്രൂവ് ആകാൻ പോകുന്നു, അല്ലാതെ എന്റെ ഈ രോഗം എന്നെ കൊണ്ടേ പോകുമെന്നൊന്നും ചിന്തിക്കരുത്. നിങ്ങളുടെ ആ ഒരു നിങ്ങളുടെ ആ ഒരു അസുഖം എന്തായാലും കുറച്ച് കൂടിയതാവാം, എന്താണെന്ന് വെച്ചാലും കൂടുതലായാലും നിങ്ങൾ വിശ്വസിക്കണം. നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു ഹെൽത്ത് ഇഷ്യൂസ് ഒക്കെ മാറി നിങ്ങൾ പൂർണ്ണ ആരോഗ്യത്തോടെ തിരികെ വരുമെന്ന് നിങ്ങൾ വിശ്വസിക്കണം. കാരണം ഇവിടെ കാർഡ് പറയുന്നുണ്ട് നിങ്ങളുടെ ഹെൽത്ത് ഇംപ്രൂവ് ആകാൻ പോകുന്നുണ്ട്. അപ്പൊ നിങ്ങളുടെ ഹെൽത്ത് ഇഷ്യൂസ് ഒക്കെ മാറാൻ പോകുന്നതാണ് പറയുന്നത് കേട്ടോ. അപ്പൊ ഇതാണ് ഇന്നത്തെ ഈ ഒരു ഫസ്റ്റ് പൈലർ റീഡിങ്. നമുക്ക് ഇനി സെക്കൻഡ് പൈലർ റീഡിങ് നോക്കാമേ. ഇതാണ് സെക്കൻഡ് പൈലർ. ട്രസ്റ്റ്, വിശ്വാസം. ട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ വിശ്വാസം. അതായത് നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യം നമ്മുടെ ലൈഫിലേക്ക് വരുമെന്നുള്ളത് നമ്മൾ വിശ്വസിക്കണം. ഉറപ്പായിട്ടും വിശ്വസിക്കുക എന്നുള്ളതാണ്. അല്ലാതെ നമ്മൾ വരില്ല പ്രാർത്ഥിച്ചിട്ടും കിട്ടുന്നില്ലെങ്കിൽ അതെനിക്ക് ലഭിക്കില്ല, വരില്ല എന്ന് വിചാരിക്കില്ല. അല്ലെങ്കിൽ ആ ഒരു കാര്യം നിങ്ങൾ ചെയ്യാൻ പോകുന്നുണ്ടെങ്കിൽ ആ ഒരു കാര്യം എന്നെ കൊണ്ട് നടക്കില്ല എന്നൊന്നും വിശ്വസിക്കില്ല. സമയമാകുമ്പോൾ ദൈവം നടത്തിക്കോളും.
അത് നിങ്ങൾ ചെയ്യേണ്ട ഹാർഡ് വർക്ക്, പ്രാർത്ഥന, കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുക. ആ ഒരു സമയമാകുമ്പോൾ, ഡിവൈൻ ടൈം ആകുമ്പോൾ അത് നടക്കും. അത് നിങ്ങളെ തന്നെ വിശ്വസിക്കുക എന്നുള്ളതാണ്. ദൈവത്തിൽ വിശ്വസിക്കുക, യൂണിവേഴ്സിൽ വിശ്വസിക്കുക. അപ്പോൾ വിശ്വാസത്തോടു കൂടി ഏതൊരു കാര്യം ചെയ്യുക, തീർച്ചയായിട്ടും ആ ഒരു കാര്യത്തിന് നിങ്ങൾക്ക് റിസൾട്ട് ലഭിക്കുമെന്നാണ് കാണിക്കുന്നത് കേട്ടോ. 3 വന്നിട്ടുണ്ട്. 3 of Wand, Ace of Pentacles, 9 of Pentacles, 10 of Swords. നിങ്ങൾ ഒരുപാട് പണം ആഗ്രഹിക്കുന്നുണ്ട്, പണമൊക്കെ നിങ്ങൾക്ക് വരുന്നുണ്ട്. നിങ്ങൾ പണം ഉണ്ടെന്ന് കാണുന്നുണ്ട് കേട്ടോ സെക്കൻഡ് ഫയലുകാര്. അപ്പൊ നിങ്ങൾ പണം ആഗ്രഹിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. ആ ഒരു പണം നിങ്ങളുടെ ലൈഫിലേക്ക് വരാൻ പോകുന്നതായിട്ട് കാണുന്നുണ്ട്. ഒരുപാട് സാമ്പത്തികം നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നതായിട്ടാണ് കാണിക്കുന്നത് കേട്ടോ. ഇതുണ്ട്, ഒരുപാട് സാമ്പത്തികം നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്തിരുന്ന എന്തെങ്കിലുമൊക്കെ പണം നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ, എവിടെയെങ്കിലും ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ പ്രോഫിറ്റോടുകൂടി നിങ്ങൾക്ക് തിരികെ ലഭിക്കാൻ പോകുന്നതായിട്ടൊക്കെയാണ് കാണിക്കുന്നത്. നിങ്ങൾ ക്ഷമയോടുകൂടി കാത്തിരിക്കാൻ പറയുന്നുണ്ട്. അത് നിങ്ങൾക്ക് തിരികെ ലഭിക്കും. നിങ്ങൾക്ക് അത് പ്രോഫിറ്റോടുകൂടി തന്നെ നിങ്ങളുടെ ഇൻവെസ്റ്റ്മെന്റ് തിരികെ ലഭിക്കും. നിങ്ങൾ പേഷ്യൻസ്, ക്ഷമയോടുകൂടി കാത്തിരിക്കാൻ പറയുന്നുണ്ട്. ഇപ്പൊ സെക്കൻഡ് ബയറിന്റെ റീഡിങ്ങില് ഇത് 3 വന്നിട്ടുണ്ട്. 3 of Wand, Ace of Pentacles, 9 of Pentacles, 10 of Swords, 2 of Wands, World card, 7 of Pentacles, Page of Wand, Release, 10 of Swords എല്ലാം ഉണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഇവിടെ പണം ലഭിക്കാൻ പോകുന്നത്, നിങ്ങൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന പണമാണെങ്കിൽ പണം നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്ന ഒരുപാട് സാമ്പത്തികം വരുന്നുണ്ട്. അതിവിടെ കാണുന്നുണ്ട്. ഒരുപാട് നിങ്ങളുടെ നിക്ഷേപങ്ങളൊക്കെ വലിയ രീതിയിൽ ഇരട്ടിയായിട്ട് നിങ്ങളുടെ ലൈഫിലേക്ക് തിരികെ വരുന്നെന്ന് കാണിക്കുന്നുണ്ട് കേട്ടോ. ഏഞ്ചൽ നിങ്ങളോട് പറയുന്നുണ്ട്, നിങ്ങൾ എവിടെയെങ്കിലൊക്കെ നിക്ഷേപിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളത് തിരികെ ലഭിക്കാത്തതിന്റെ പേര് വിഷമിച്ചിരിക്കുന്നുണ്ടെങ്കിൽ അത് ക്ഷമയോടെ കാത്തിരിക്കും. നിങ്ങൾ നിക്ഷേപിച്ചതിന്റെ ഇരട്ടിയായിട്ട് നിങ്ങൾക്ക് അത് തിരികെ ലഭിക്കും. നിങ്ങൾ കാത്തിരിക്കാൻ പറയുന്നുണ്ട് കേട്ടോ. നിങ്ങൾക്ക് ഒരു അസറ്റ് ആയിട്ട് അത് തിരികെ നിങ്ങളുടെ ലൈഫിലേക്ക് വരുമെന്നാണ് കാണിക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഇവിടെ പല കാര്യങ്ങൾക്കും ഒരു എൻഡിങ്, അവസാനമാണ്. ചില കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ലൈഫിലേക്ക് അവസാനിച്ചിട്ട് ഒരു പുതിയ തുടക്കം കാണുന്നത്, ഒരു ട്രാൻസ്ഫർമേഷൻ. അപ്പോൾ ചില കാര്യങ്ങൾ അവസാനിക്കുകയാണ്. അപ്പം എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ ഇപ്പം അവസാനിച്ചിട്ട് നിങ്ങളൊരു ചേഞ്ച് അവിടെ വരുന്നുണ്ട്. ഒരു പക്ഷെ പുതിയ ജോലി ആവാം, അല്ലെങ്കിൽ ഇതുവരെയുള്ള നിങ്ങളുടെ ഒരു സിംഗിൾ ലൈഫ് അവസാനിച്ചിട്ട് മാരേജിലേക്ക് പോയി മാരേജ് ലൈഫിലേക്ക് കടക്കുന്നതായിരിക്കാം. അല്ലെങ്കിൽ ഒരു കുട്ടി ഉണ്ടായിരുന്നു, നിങ്ങളൊരു അമ്മയാകുന്ന ആ ഒരു അച്ഛനും അമ്മയൊക്കെ ആവുന്ന ഒരു സിറ്റുവേഷനിലേക്ക് വരുന്നതാവാം. അപ്പൊ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു ചേഞ്ച് നിങ്ങളുടെ ലൈഫിൽ വരാൻ പോകുന്ന ഒരു ചേഞ്ച് ആണ്. അല്ലെങ്കിൽ ഇതുവരെ നിങ്ങൾക്ക് ജോലി ഇല്ലാതിരുന്ന ഒരു വ്യക്തിയാവാം, നിങ്ങൾ ജോലിയിലേക്ക് പ്രവേശിച്ച് പുതിയൊരു ലൈഫ്, ആ രീതിയിലുള്ള ഒരു ലൈഫ്. അങ്ങനെ അല്ലെങ്കിൽ ചിലർക്ക് ഇവിടെ വേൾഡ് കാർഡ് വന്നിട്ടുണ്ട്. വിദേശത്ത് പോകാനായിട്ട് തയ്യാറെടുത്തിരിക്കുന്ന വ്യക്തികൾ, നിങ്ങൾ വിദേശത്തേക്ക് പോയി അവിടെ നിങ്ങളുടെ ലൈഫ് നിങ്ങൾ ജോലിയൊക്കെ ആയിട്ട് സന്തോഷമായിട്ട് ആഘോഷിക്കുന്നതായിട്ട് കാണുന്നുണ്ട്, സെലിബ്രേഷൻ. അല്ലെങ്കിൽ വിദേശത്ത് നിങ്ങൾ ഒരു 6 മാസത്തെ വിസയ്ക്ക്, 3 മാസത്തെ വിസയ്ക്കൊക്കെ ഫാമിലിയായിട്ടോ ഫ്രണ്ട്സ് ആയിട്ടോ ഒക്കെ നിങ്ങൾ വിദേശ യാത്ര ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട്, സെലിബ്രേഷൻ ആഘോഷിക്കാൻ പോകാൻ പോകുന്നതായിട്ട് കാണുന്നുണ്ട്. ക്രിസ്മസിനൊക്കെ നിങ്ങൾ ഒരു പക്ഷെ ആഘോഷിക്കാനായിട്ടുള്ള തയ്യാറെടുപ്പ് കാണുന്നുണ്ടാവും വിദേശത്തൊക്കെ പോയിട്ട്. അല്ലെങ്കിൽ എവിടെയെങ്കിലൊക്കെ നിങ്ങൾ വിനോദ, അല്ലെങ്കിൽ നിങ്ങൾ എവിടെയെങ്കിലൊക്കെ യാത്ര പോകുന്നതായിട്ടൊക്കെ കാണുന്നുണ്ട് കേട്ടോ. അപ്പൊ അതിനൊക്കെ തയ്യാറെടുക്കുന്നതായിട്ട് കാണുന്നുണ്ട്. കൂടുതലും വിദേശ യാത്രയാണ്. നിങ്ങൾ വേൾഡ് കാർഡാണ് വന്നിരിക്കുന്നത്, വിദേശത്ത് പോകാനായിട്ടാണ് കാണിക്കുന്നത്, തയ്യാറെടുക്കുന്നതായിട്ടാണ് കാണിക്കുന്നത്. അങ്ങനെ നിങ്ങൾ ഒരുപാട് നാളായിട്ട് ആഗ്രഹിച്ചിരുന്ന വിദേശയാത്ര ആയിരിക്കും, അത് നിങ്ങൾക്ക് സാധ്യമാകുന്നു. അതിനുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നുണ്ട്. ഒരുപക്ഷെ പഠിക്കാനോ ജോലിക്കോ ഒക്കെ ആയിരിക്കാം. എന്തായാലും വിദേശയാത്ര നിങ്ങൾ ആഗ്രഹിച്ചിരുന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അതിന്റെ കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നുണ്ട്. എന്തൊക്കെയോ കാര്യങ്ങൾ നിങ്ങൾ പ്ലാൻ ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട് കേട്ടോ. ഒരുപാട് ബിസിനസ് പ്ലാനുകൾ, എന്തൊക്കെയോ ഒരു പാർട്ട്ണർഷിപ്പ് ബിസിനസ്സോ അല്ലെങ്കിൽ ഒരു പാർട്ട്ണറുമായിട്ട് നിങ്ങൾ 2 ലേഡീസ് ചേർന്നിട്ടോ അല്ലെങ്കിൽ കുറെ ലേഡീസ് ചേർന്നിട്ടൊക്കെയുള്ള ഒരു ബിസിനസ്സുകൾ, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ബ്യൂട്ടി പാർലറോ ടൈലറിങ്ങോ അങ്ങനെയൊക്കെ, അല്ലെങ്കിൽ ടെക്സ്റ്റൈൽസോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നതായിട്ട് കാണുന്നുണ്ട്. അല്ലെങ്കിൽ ഫുഡ് കോർട്ടോ ഒക്കെ, അല്ലെങ്കിൽ കുറെ 2 സുഹൃത്തുക്കൾ തമ്മിൽ, കുറെ സുഹൃത്തുക്കളൊക്കെ ചേർന്നിട്ട് എന്തെങ്കിലുമൊക്കെ ബിസിനസ്സുകൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നതായിട്ട് കാണുന്നുണ്ട്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് അവിടെ പ്രോഗ്രസ് ആണ് കാണിക്കുന്നത് കേട്ടോ. നിങ്ങൾ എന്താണോ പ്ലാൻ ചെയ്യുന്നത് ആ ഒരു പ്ലാനിങ് വിജയിക്കുമെന്നാണ് കാണിക്കുന്നത്. നിങ്ങളെ പാർട്ട്ണറുമായിട്ട് നിങ്ങൾ പാർട്ട്ണർഷിപ്പ് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് വിജയിക്കും, പ്രോഗ്രസ് ആണ് കാണിക്കുന്നത് കേട്ടോ.
അപ്പൊ അതാണ് നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു കാര്യമെങ്കിൽ, അതിനെ സംബന്ധിക്കുന്ന സാമ്പത്തികം നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ആ സാമ്പത്തികം നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നതെന്നാണ് നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നതെന്നാണ് കാണിക്കുന്നത്. ആ ഒരു ബിസിനസ്സിലൂടെ നിങ്ങൾക്ക് ഒരുപാട് പ്രോഗ്രസ് ആണ് കാണിക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് പേടിയുണ്ട് ഇത് തുടങ്ങിയാൽ വിജയിക്കുമോ, അല്ലെങ്കിൽ ഇനി ഇടയ്ക്ക് വെച്ച് നിന്ന് പോകുമോ, മൊത്തം പ്രോബ്ലം ആകുമോ എന്ന് നിങ്ങൾ പേടിക്കുന്നുണ്ടെങ്കിൽ പേടിക്കണ്ട. നിങ്ങളെ ട്രസ്റ്റ്, അതായത് വിശ്വസിക്കാൻ പറയുന്നുണ്ട്. നിങ്ങളിൽ വിശ്വസിക്കുക, പരസ്പരം വിശ്വസിക്കുക. തീർച്ചയായിട്ടും ഒരു കാര്യം ചെയ്ത് അതിനെ പൂർണ്ണമായി വിശ്വസിച്ചുകൊണ്ട് നല്ലത് വരും, അതിലൂടെ അഭിവൃദ്ധി ഉണ്ടാവും എന്നുള്ള വിശ്വാസത്തോടെ പോസിറ്റീവ് എനർജിയോടുകൂടി പോസിറ്റീവായിട്ട് തുടങ്ങുക എന്നുള്ളതാണ്. അല്ലാതെ ഇത് പൊട്ടിപ്പോകുന്നു പേടിച്ചല്ല നമ്മളൊരു കാര്യം ചെയ്യേണ്ടത്. എന്ത് വന്നാലും നമ്മൾ അതിനെ നേരിടും എന്നുള്ള ഒരു പോസിറ്റീവ് എനർജിയിലാണ് വേണം ഒരു കാര്യം സ്റ്റാർട്ട് ചെയ്യാനായിട്ട്. അല്ലാതെ ഒരു വിശ്വാസം ഇല്ലാതിരിക്കുക നമ്മുടെ മനസ്സിലുണ്ടാവാൻ പാടില്ല. ഉറപ്പായിട്ടും അതിലൊരു സക്സസ് ഉണ്ടാവും എന്നുള്ളൊരു വിശ്വാസത്തോടെ തന്നെ നിങ്ങൾ അത് സ്റ്റാർട്ട് ചെയ്യേണ്ടതുണ്ട് കേട്ടോ. അപ്പൊ അത് നിങ്ങൾക്ക് വിജയത്തിലേക്കാണ് വരുന്നതെന്നാണ് ഇവിടെ കാണിക്കുന്നത്. പ്രോഗ്രസ് ആണ് കാണിക്കുന്നത്. നിങ്ങൾ ഫെദർ കാണാറുണ്ട്. അപ്പൊ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു കാര്യത്തിൽ നിങ്ങൾ ഒരു പാർട്ട്ണർഷിപ്പ് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നിങ്ങൾ ഫെദർ കാണുന്നുണ്ടെങ്കിൽ, വൈറ്റ് ഫെദർ ഏതെങ്കിലും കളറിലുള്ള തൂവലുകളൊക്കെ കാണുന്നുണ്ട്, എന്തെങ്കിലുമൊക്കെ സയൻസ് നിങ്ങൾ കാണുന്നുണ്ട്, നിങ്ങൾക്ക് അത് സക്സസിലേക്ക് വരുമെന്ന് കാണിക്കുന്നതാണ് കേട്ടോ. നിങ്ങൾ മൂണിനെ കാണുക, അങ്ങനെ എന്തെങ്കിലും മൂണിനെയോ അല്ലെങ്കിൽ മഴവില്ല് അങ്ങനെ എന്തെങ്കിലുമൊക്കെ നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് സക്സസിലേക്ക് വരുമെന്നാണ് കാണിക്കുന്നത്. അതിന്റെ സൈൻ യൂണിവേഴ്സ് ആയിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരുന്നതാണ് കേട്ടോ. ഇവിടെ രണ്ട് കാർഡുകൾ ഫെദർ കാണിക്കുന്നുണ്ട്, വൈറ്റ് തൂവല്. അപ്പൊ നിങ്ങൾ അത് കാണുന്ന ഒരുപാട് പേരുണ്ടെന്ന് തോന്നുന്നു. അത് നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ ഒരു കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നു, നിങ്ങളുടെ ലൈഫ് സക്സസിലേക്ക് വരുന്നു എന്നുള്ള സൂചനകളാണ് കേട്ടോ. അപ്പൊ എന്തൊക്കെയോ നിങ്ങൾ പുതിയ പുതിയ കാര്യങ്ങൾ പ്ലാൻ ചെയ്തിട്ടുണ്ട്, ക്രിയേറ്റീവ് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. അതൊക്കെ നിങ്ങൾക്ക് സക്സസിലേക്ക് വരും എന്നാണ് പറയുന്നത്. അപ്പൊ നിങ്ങൾക്ക് മറ്റുള്ളവരെ മോട്ടിവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കഴിവുള്ളവരായിട്ട് കാണുന്നുണ്ട്. വളരെ സ്ട്രോങ് ആയിട്ടും പവർഫുൾ ആയിട്ടുള്ള വ്യക്തികളായിട്ട് നിങ്ങളെ കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് മറ്റുള്ളവർക്ക് നല്ലത് പറഞ്ഞു കൊടുക്കാനും മറ്റുള്ളവരുടെ ലൈഫിൽ നല്ല ചേഞ്ച് വരുത്താനും കഴിവുള്ള വ്യക്തികളായിട്ട് കാണുന്നുണ്ട് കേട്ടോ. നിങ്ങൾ കടൽ കടന്ന് ഉള്ളൊരു യാത്രയ്ക്കൊക്കെ തയ്യാറെടുക്കുന്നതായിട്ട് കാണുന്നുണ്ട്. ചില വ്യക്തികൾക്ക് എന്തോ നിങ്ങളുടെ വ്യക്തിയുടെ മനസ്സിലുള്ള കാര്യങ്ങളാവാം, എന്തോ മൊത്തത്തിൽ ഹൈഡാണ്, ഒന്നും മനസ്സിലാവുന്നില്ല. ഒരുപക്ഷെ നിങ്ങളുടെ പാർട്ട്ണറുടെ അല്ലെങ്കിൽ നിങ്ങളുടെ ലവറിന്റെ പെരുമാറ്റത്തിൽ നിങ്ങൾക്കൊന്നും മനസ്സിലാവുന്നില്ല. എല്ലാം ഹൈഡാക്കി വെച്ചിട്ട് എല്ലാം മറഞ്ഞിരിക്കുന്ന പോലെ ഒന്നും അങ്ങോട്ട് മനസ്സിലാവുന്നില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾ വളരെയധികം സങ്കടപ്പെട്ടിരിക്കുന്നതായിട്ട് കാണുന്നുണ്ട് കേട്ടോ. അപ്പൊ നിങ്ങളോട് പറയുന്നത് നിങ്ങൾ വിശ്വസിക്കാൻ പറയുകയാണ്. തൽക്കാലം നിങ്ങളോട് പറയുന്നത് നിങ്ങൾ വിശ്വസിക്കുക. ആ ഒരു വ്യക്തി ക്ലിയർ ആയിട്ട് നിങ്ങളുടെ മുന്നിൽ വരും, അല്ലെങ്കിൽ ആ ഒരു ക്ലാരിറ്റി തരുമെന്നാണ് പറയുന്നത്. നിങ്ങൾ ആ ഒരു ടെൻഷൻ അടിക്കേണ്ടതില്ല, ആ ഒരു കാര്യത്തിന് ഒരു ക്ലാരിറ്റി തരുമെന്ന് പറയുന്നുണ്ട്. അതിനകത്ത് നിങ്ങൾ വെയിറ്റ് ചെയ്തിരിക്കാൻ പറയുകയാണ്. ഒരുപാട് പ്രശ്നങ്ങളിലൂടെ പോയ വ്യക്തികളെ കാണുന്നുണ്ട്. 10 of swords, ഒരുപാട് പ്രശ്നങ്ങളിൽ പെട്ടല്ലുന്നവര്, ഒരുപാട് പ്രശ്നങ്ങളിലൂടെയൊക്കെ പോയവരെ കാണുന്നുണ്ട്. പക്ഷെ ഇത് നിങ്ങളുടെ ഈ ഒരു സിറ്റുവേഷൻ നിങ്ങളുടെ ലൈഫിൽ വന്നെന്ന് വെച്ചിട്ട് നിങ്ങൾ വിഷമിക്കേണ്ട. ഈ ഒരു സിറ്റുവേഷൻ ഉണ്ടാവും. നിങ്ങൾക്കൊരു പുതിയ തുടക്കമുണ്ട്, ഒരു ട്രാൻസ്ഫർമേഷൻ. ഈ ഒരു സിറ്റുവേഷൻ ഇപ്പോഴത്തെ നിങ്ങളുടെ മോശം സമയം ഒരുപാട് പ്രശ്നങ്ങൾ ഞാനൊന്ന് കാണുന്നുണ്ട് ചില വ്യക്തികൾ. പക്ഷെ വിഷമിക്കേണ്ട, നിങ്ങളുടെ ഒരു സമയം ഉണ്ടാകും എന്ന് പറയുന്നുണ്ട്. ചിലരുടെ ആ ഒരു സമയം ഉണ്ടാവുകയാണ്, അവസാനിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്കൊരു ട്രാൻസ്ഫർമേഷൻ, പുതിയ തുടക്കം വരാൻ പോകുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. ചില വ്യക്തികള് ഒരുപക്ഷെ നിങ്ങളെ വല്ലാതെ ബുദ്ധിമുട്ടിക്കുന്ന വ്യക്തികളിൽ നിന്ന് റിലീസ് ആകുന്നതായിട്ട് കാണുന്നുണ്ട്. നിങ്ങൾക്ക് മോചനം ലഭിക്കുന്നു. അതായത് നിങ്ങൾ ഒരുപക്ഷെ നിങ്ങളുടെ ഹസ്ബൻഡ് ഒരുപാട് കുടിക്കുകയും മടിയും ഇടിയും ഒരുപാട് ഉപദ്രവിക്കുന്ന വ്യക്തിയാവാം, അല്ലെങ്കിൽ വളരെ ഭയങ്കര സംശയമോ അങ്ങനെ ഒരുപാട് നിങ്ങളെ സഹിച്ച് മടുത്ത് ഒരുപക്ഷെ നിങ്ങൾ ഡിവോഴ്സിലേക്കൊക്കെ പോയിട്ടുണ്ടാവാം. അല്ലെങ്കിൽ അങ്ങനെ നിങ്ങൾ ആ ഒരു വ്യക്തിന്ന് എന്താ പറയാ ഫ്രീ ആകാൻ തീരുമാനിച്ചിട്ടുണ്ടാവാം, ആ ഒരു വ്യക്തി വേണ്ടെന്ന് വെച്ചിട്ടുണ്ടാവാം. അങ്ങനെ നിങ്ങളുടെ ആ ഒരു ലൈഫ് ഉണ്ടാകുന്നു, നിങ്ങൾക്ക് ഫ്രീഡം ലഭിക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. ആ ഒരു പെയിൻഫുൾ ആയിട്ടുള്ള വളരെയധികം പെയിൻഫുൾ ആയിട്ടുള്ള ലൈഫിൽ നിങ്ങൾക്കൊരു അവസാനം ഉണ്ടായിരിക്കുന്നു, ട്രാൻസ്ഫർമേഷൻ, ഒരു മാറ്റം ഉണ്ടായിരിക്കുന്നു എന്നൊക്കെ കാണുന്നുണ്ട് കേട്ടോ. നിങ്ങൾക്ക് ഫ്രീഡം ലഭിച്ചതായിട്ട് കാണുന്നുണ്ട്. അതായത് ഏത് രീതിയിലായാലും, ഇപ്പൊ സാമ്പത്തികമായിട്ട് നിങ്ങളെ ഒരുപാട് സാമ്പത്തിക ബുദ്ധിമുട്ടിലൂടെ പോയിരുന്ന വ്യക്തികളാണെങ്കിൽ ഒരുപക്ഷെ നിങ്ങൾക്ക് പലർക്കും സാമ്പത്തിക പ്രോബ്ലംസ് നീങ്ങി തുടങ്ങിയിട്ടുണ്ട്, നല്ലൊരു സമയത്തിലേക്ക് വന്നു തുടങ്ങിയിരിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അല്ലെങ്കിൽ നിങ്ങൾ ഇപ്പൊ ആഗ്രഹിക്കുന്നുണ്ടാവോ എന്റെ സമയം ശരിയായോ, നല്ല സമയത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്, അല്ലെങ്കിൽ എപ്പോഴാണ് ഇത് വരിക, എന്നാണ് എന്റെ ഈ സമയം ചേഞ്ച് ആവുക, സാമ്പത്തികം വരിക എന്നൊക്കെ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പലർക്കും അതിനൊരു അവസാനം ആണ്. നിങ്ങളുടെ ഒരു പെയിൻഫുൾ ആയിട്ടുള്ള സാമ്പത്തിക ബുദ്ധിമുട്ടുള്ള ലൈഫിൽ നിന്ന് ഒരു മോചനം ലഭിക്കാൻ പോകുന്നു. നിങ്ങൾക്കൊരു ട്രാൻസ്ഫർമേഷൻ വരുന്നെന്നാണ് കാണിക്കുന്നത്.
അപ്പൊ നമുക്ക് സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ മാറണം, എന്ത് ചെയ്യണം? സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ മാറണം, നമുക്ക് ജോലി ഉണ്ടാവണം. ജോലി ഇല്ലാതെ ഒരു കാരണവശാലും സാമ്പത്തിക ബുദ്ധിമുട്ട് മാറില്ലല്ലോ. അപ്പോൾ നിങ്ങൾ എന്തെങ്കിലുമൊക്കെ പുതിയ പുതിയ ഓപ്പർച്യൂണിറ്റീസ് കണ്ടെത്തണം, ജോലി കണ്ടെത്തണം. അല്ലെങ്കിൽ ഒരു ജോലി നിങ്ങളുടെ മുന്നിൽ ഇല്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും സ്വന്തമായിട്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്നുകൊണ്ട് നിങ്ങൾ ആലോചിക്കണം. ഇപ്പൊ നിങ്ങൾക്ക് ഫുഡ് നല്ല രീതിയിൽ കുക്ക് ചെയ്യാൻ അറിയണമെങ്കിൽ നിങ്ങൾ ഫുഡ് ആയിട്ട് സംബന്ധമായിട്ടുള്ള എന്തെങ്കിലും സ്റ്റാർട്ട് ചെയ്യുക, അല്ലെങ്കിൽ തയ്ക്കാൻ അറിയെങ്കിൽ അങ്ങനെ ചെയ്യുക. അതുപോലെ ഓരോരുത്തരുടെ അവനവന്റെ ഉള്ളിലെ കഴിവ് എന്താണെന്ന് തിരിച്ചറിഞ്ഞതിന് അതിനനുസരിച്ച് നിങ്ങൾ മുന്നോട്ടേക്ക് പോവാന്നുള്ളതാണ്. അങ്ങനെ കണ്ടെത്തുക. ഒരു ജോലി നിങ്ങൾക്ക് ലഭിക്കുന്നില്ലെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ അനുസരിച്ചുള്ള ജോലി അന്വേഷിക്കുക എന്നുള്ളതാണ്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇവിടെ ജോലി ലഭിക്കുമെന്ന്, നല്ല രീതിയിൽ സാമ്പത്തിക ഏൺ ചെയ്യാൻ പറ്റുമെന്ന് കാണിക്കുന്നുണ്ട്. നല്ലൊരു സാമ്പത്തിക ഭദ്രത കാണിക്കുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഒരുപാട് കടകളും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് കാണിക്കുന്നുണ്ട്. ഒരുപാട് കടകളുണ്ടൊക്കെ എന്ന് വീട്ടെന്ന് അറിയില്ല. പക്ഷെ കടങ്ങൾ വീട്ടണമെങ്കിൽ കടപ്പാടുകളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ വീട്ടണമെങ്കിൽ നമുക്ക് വരുമാനം വേണം. വരുമാനം ഇല്ലാതെ പറ്റില്ല. അപ്പൊ നിങ്ങൾ വരുമാനത്തിനുള്ള മാർഗം കണ്ടെത്തുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം. അപ്പൊ അത് കണ്ടെത്താതെ വരുമാനമില്ലാതെ നമുക്ക് ആർക്കും കടകളൊന്നും വീട്ടാൻ പറ്റില്ല. എന്തെങ്കിലും ഒരു അത്ഭുതം സംഭവിക്കുമെന്ന് നോക്കി ഇരുന്നിട്ട് കാര്യമില്ല. നമ്മളായിട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ നമ്മൾ ചെയ്തു തുടങ്ങുക. അപ്പൊ യൂണിവേഴ്സ് ആയിട്ട് എന്തെങ്കിലും അത്ഭുതം ചെയ്തുകൊള്ളും. അപ്പൊ അങ്ങനെ നിങ്ങൾ അതേ രീതിയിലായിട്ട് നിങ്ങളുടെ ലൈഫ് പ്ലാൻ ചെയ്യേണ്ടതുണ്ട്. അപ്പൊ ആദ്യമായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളിൽ വിശ്വസിക്കുക എന്നുള്ളതാണ്. യൂണിവേഴ്സിൽ അല്ലെങ്കിൽ നിങ്ങൾ പ്രാർത്ഥിക്കുന്ന ദൈവത്തിൽ വിശ്വസിക്കാൻ. ഞാൻ ആഗ്രഹിക്കുന്നതൊക്കെ എനിക്ക് ലഭിക്കും എന്ന ഉറച്ച വിശ്വാസം ഉണ്ടായിരിക്കണം ആദ്യം. പിന്നെ അവനവനിൽ തന്നെ വിശ്വസിക്കുക. എനിക്ക് എത്ര കടമുണ്ടെങ്കിൽ അതൊക്കെ വീട്ടാൻ കഴിയും, അതിനുള്ള സാഹചര്യം വരും, അല്ലെങ്കിൽ എനിക്ക് നല്ല ഓപ്പർച്യൂണിറ്റീസ് വരും, നല്ല ജോലി ലഭിക്കും, എനിക്കെല്ലാം ലഭിക്കും, അല്ലെങ്കിൽ എല്ലാം എനിക്ക് സാധിക്കും എന്നൊക്കെയുള്ള ഒരു വിശ്വാസം നിങ്ങളുടെ മനസ്സിൽ ഉണ്ടായിരിക്കണം. അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് മുന്നോട്ടേക്ക് പോകാൻ പറ്റുള്ളൂ കേട്ടോ. അപ്പൊ മറ്റുള്ളവരെ ഒരുപക്ഷെ നിങ്ങളെ നിരുത്സാഹപ്പെടുത്താൻ, നിനക്ക് ഇനിയിപ്പോ ഇതിൽ രക്ഷപ്പെടാനാവില്ല, നീ രക്ഷപ്പെടില്ല അങ്ങനെയൊക്കെ പറയുമെങ്കിലും നിങ്ങൾ അതൊക്കെ ഒരു ചെവിയുടെ കേട്ട് പറഞ്ഞ് ചെവിക്കൂടെ കളയുക. നിങ്ങൾ നിങ്ങളിൽ വിശ്വസിക്കാം. നിങ്ങളുടെ ഉള്ളിലൊക്കെ ഒരു തീരുമാനം എടുക്കുക. എനിക്ക് കഴിയുമോ എന്ന് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം എന്നുള്ള രീതിയിൽ ഒരു തീരുമാനം എടുക്കുക. നിങ്ങൾ അതിനനുസരിച്ച് പ്രാർത്ഥിക്കുക, മാനിഫെസ്റ്റ് ചെയ്യുക. യൂണിവേഴ്സിൽ അല്ലെങ്കിൽ നിങ്ങൾ വിളിക്കുന്ന ദൈവത്തിൽ വിശ്വസിച്ച് മുന്നോട്ടേക്ക് പോകുക എന്നുള്ളതേ ഉള്ളൂ. നിങ്ങൾക്ക് നല്ലൊരു ലൈഫ് ഉണ്ടാവും. നിങ്ങളുടെ ലൈഫ് ചേഞ്ച് ആവും. നല്ലൊരു ട്രാൻസ്ഫർമേഷൻ നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാവുമെന്ന് ഇവിടെ ഏഞ്ചൽ മെസ്സേജ് വരുന്നുണ്ട്. ഏഞ്ചൽ നിങ്ങളോട് പറയുന്നുണ്ട് കേട്ടോ. അപ്പൊ ഇതൊക്കെയാണ് എനിക്ക് ഈ ഒരു റീഡിങ്ങിൽ പറയാനുള്ളത്. ചില വ്യക്തികള് നിങ്ങളുടെ ഒരുപക്ഷെ സിംഗിൾ അതായത് ഹസ്ബൻഡ് ഡിവോഴ്സ് ആയിട്ട് സഹിക്കാൻ കഴിയാതെ ഡിവോഴ്സ് ആയിട്ടുണ്ടാവാം, അല്ലെങ്കിൽ ഹസ്ബൻഡ് മരിച്ചവരുണ്ടാവാം, അല്ലെങ്കിൽ ലവർ ഉപേക്ഷിച്ച് പോയി ലവേഴ്സ് ആയിട്ട് താല്പര്യമില്ലാതെ നിങ്ങൾ ഒറ്റയ്ക്കായിരുന്നു. അതായത് തനിച്ച് ഇൻഡിപെൻഡന്റ് ആയിട്ട് തനിച്ച് നല്ല രീതിയിൽ ഏൺ ചെയ്ത്, അതായത് സ്വന്തം കഴിവിൽ വിശ്വസിച്ച് ആ ഒരു കഴിവിലൂടെ നല്ല രീതിയിൽ ഏൺ ചെയ്ത് സുഖമായി ജീവിക്കുന്ന ലേഡീസിന്റെ എനർജി ഇവിടെ കാണാം കേട്ടോ. അപ്പൊ ആ ഒരു രീതിയിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിന്റെ പൂർണ്ണ ഉത്തരവാദിത്തം നിങ്ങളുടെ കയ്യിലാണ്, അത് മറ്റൊരാളുടെ കയ്യിലല്ല. അതെങ്ങനെ പോകണമെന്ന് നിങ്ങൾ തീരുമാനം എടുക്കുക, അത്രേ ഉള്ളൂ. അപ്പൊ നിങ്ങൾ കഷ്ടപ്പെടുന്ന പൈസ നിങ്ങളുടെ ലൈഫ് സന്തോഷമായിട്ട് ജീവിക്കാനായിട്ട് ഉപയോഗിക്കുക എന്നുള്ളതാണ്. അല്ലാതെ ആരെങ്കിലും ചീറ്റിങ്ങിനോട് നിങ്ങളുടെ അടുത്ത് പ്രണയം നടിച്ചോ നിങ്ങളോട് സാമ്പത്തികം ആവശ്യപ്പെട്ടൊക്കെ വരുന്നുണ്ടെങ്കിൽ നിങ്ങളത് കൊടുക്കാതിരിക്കുക എന്നുള്ളതാണ് കേട്ടോ. യഥാർത്ഥ പ്രണയമാണെങ്കിൽ അത് നിങ്ങളെ അങ്ങോട്ടാണ് സഹായിക്കേണ്ടത്. അപ്പൊ അവര് എന്തെങ്കിലും അങ്ങോട്ട് ചോദിക്കുന്നുണ്ടെങ്കിൽ അത് ചീറ്റിങ്ങിനായിട്ട് വരുന്നതെന്ന് വിചാരിക്കാം. അപ്പൊ എല്ലാം നിങ്ങളെ വിശ്വസിക്കുക, നിങ്ങളിൽ വിശ്വസിക്കുക, നിങ്ങളുടെ കഴിവിനെ വിശ്വസിക്കുക, യൂണിവേഴ്സിന്റെ പവറിൽ വിശ്വസിക്കുക, ദൈവത്തിൽ വിശ്വസിക്കുക. അത്രയാണ് എനിക്ക് പറയാനുള്ളത് കേട്ടോ. അപ്പൊ ഇതാണ് ഈ രണ്ടാമത്തെ പൈൻ്റെ റീഡിങ്. ഈ ഒരു റീഡിങ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, മറ്റുള്ളവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇനി മറ്റൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ.